കാറ്റും കാഴ്ചകളും തേടി ഒരു യാത്ര പോയാലോ? ഇടുക്കിയിലെ ചതുരംഗപ്പാറയിലേക്ക്. തമിഴ്നാടൻ കാർഷിക ഗ്രാമങ്ങളുടെ വിദൂര കാഴ്ച സമ്മാനിക്കുന്ന ചതുരംഗപ്പാറയുടെ വിശേഷങ്ങളിലേക്ക്. സദാസമയം വീശിയടിക്കുന്ന തണുത്ത കാറ്റ്, മലമുകളിൽ കാറ്റിനെ തടഞ്ഞ് ഉയർന്നു നിൽക്കുന്ന കാറ്റാടികൾ, താഴ്വാരത്തിലെ കൃഷിയിടങ്ങൾ, ചെങ്കുത്തായ മലനിരകൾ, അങ്ങനെ കാഴ്ചകൾ ഏറെയുണ്ട് ചതുരംഗപ്പാറയിൽ. ഏലമലക്കാടുകളിൽ തമിഴ്നാട് അതിർത്തിയിലാണ് ചതുരംഗപ്പാറ സ്ഥിതി ചെയ്യുന്നത്. കാറ്റാടികൾ സ്ഥാപിച്ചിരിക്കുന്നത് തമിഴ്നാടാണ്. മലമുകളിൽ വരെ വാഹനങ്ങളിൽ എത്താമെന്നതാണ് പ്രദേശത്തിന്റെ മറ്റൊരു സവിശേഷത. ട്രക്കിങ്ങിനും അനുയോജ്യമാണ്. കുത്തനെയുള്ള കയറ്റമാണെങ്കിലും കാറ്റിന്റെ സാന്നിധ്യം മൂലം അധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടില്ല. കള്ളിപ്പാറ മലയിൽ നിന്നും ചതുരംഗപ്പാറയിലേക്ക് ജീപ്പ് സഫാരിയുമുണ്ട്. ഏലമലകളിലെയും തമിഴ്നാടൻ കൃഷിയിടങ്ങളിലെയും കാഴ്ച ആസ്വദിച്ച് ജീപ്പിൽ യാത്ര ചെയ്യാം. ചാരപ്പാറ വ്യൂ പോയിന്റാണ്. ഇപ്പുറത്ത് പോയാൽ കള്ളിപ്പാറയാണ്, ഇപ്പുറത്ത് പോയാൽ ചാരപ്പാറയാണ്. നമ്മൾ തമിഴ്നാടാണ്. ഒട്ടേറെ ആൾക്കാർ KSRTC ഉല്ലാസയാത്രയായിട്ട് ഇവിടെ ഇഷ്ടംപോലെ KSRTC വരുന്നുണ്ട്. ഇന്നും പറവം ബസ് ഉണ്ടായിരുന്നു, ആലുവ ബസ് ഉണ്ടായിരുന്നു, പാലക്കാട് ഉണ്ടായിരുന്നു, തിരുവനന്തപുരം KSRTC ഉണ്ടായിരുന്നു. നമ്മൾ പാക്കേജ് ആയിട്ട് എടുക്കുന്നതാണ്. ഒരാൾക്ക് 150 രൂപ വെച്ച് 2 പോയിന്റ് കാണിച്ച് 1 മണിക്കൂർ വെയിറ്റിംഗ് ചെയ്ത് തിരിച്ചെടുക്കൊണ്ട് നടത്തുന്നു. അതുകൊണ്ട് സഞ്ചാരികൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. നല്ലൊരു പ്ലേസ് ആയിട്ട് മാറിയേക്കണം. ഇനി 10-15 ദിവസം കൂടെ അവധിയുണ്ട്. ഇനിയും ബസ്സുണ്ട്. നാളെയൊക്കെ ഒരു 10-13 ബസ് KSRTC ഉണ്ട്. വീട്ടിലേക്ക് പാക്കേജ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്, സ്വന്തമായിട്ട് കാറുകളായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പോയിട്ടുണ്ട്. സീസൺ അത്യാവശ്യം നല്ല രീതിയിലാണ്. നല്ല തിരക്കുണ്ട്. ഇന്ന് ശനിയാഴ്ച ആൾ കുറവാണ്. നാളെ ഞായറാഴ്ച ഫുൾ ആളായിരുന്നു. ഏതാനും വർഷങ്ങൾക്കിടെ ഇടുക്കിയുടെ അതിർത്തി മേഖലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി ചതുരംഗപ്പാറ മാറി. KSRTCയുടെ ഉല്ലാസയാത്രയടക്കം ഇവിടേക്ക് എത്തുന്നുണ്ട്. മൂന്നാറിൽ നിന്നും തേക്കടിയിലേക്ക് പോകുന്നവരും ചതുരംഗപ്പാറയുടെ സൗന്ദര്യം ആസ്വദിച്ചാണ് യാത്ര തുടരുക. കാഴ്ചകൾ ഏറെയുണ്ടെങ്കിലും കാറ്റിന്റെ സാന്നിധ്യം തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത. ജോജി ജോൺ, ന്യൂസ് ബ്യൂറോ, രാജകുമാരി.